വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് കൊടുവള്ളി GMLP സ്കൂൾ. അപ്പോൾ എൻ്റെ പല വീഡിയോസിലും ഈ സ്കൂളുമായി ബന്ധപ്പെട്ട പല പരിപാടികളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നിവിടെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുക. എന്താണെന്നല്ലേ, ഇന്നിവിടെ പഠനോത്സവമാണ് കേട്ടോ. കുട്ടികളുടെ ഒരു ഉത്സവം തന്നെയാണ് കേട്ടോ പഠനോത്സവം എന്ന് പറയുന്നത്. ഒരു വർഷത്തെ കുട്ടികളുടെ പഠന മികവിന്റെ പ്രസന്റേഷൻ ആണ് പഠനോത്സവം എന്ന് ചുരുക്കി പറയാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. പഠനോത്സവം 2025 കുട്ടികളുടെ പഠന മികവിൻ്റെ ഉത്സവമാണ്. ഒരു വർഷം നേടിയ കഴിവുകളുടെ ഒരു നേർക്കാഴ്ചയാണ് പഠനോത്സവം. ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ അവർ നേടിയ കഴിവുകളെ രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ്. ഇത് ഒരു കൊയ്ത്തുത്സവമാണ്. നേരത്തെ പ്രവേശനോത്സവത്തിൽ വിത്തെറിഞ്ഞ് ഒരു വർഷം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും കൂട്ടുചേർന്ന് പഠന മികവുകൾ നേടി അതിൻ്റെ നേർക്കാഴ്ചയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഈ പരിപാടി ഓരോ ക്ലാസ് തലത്തിലും കുട്ടികൾ അവരുടെ തനതായ കഴിവുകളും ശേഷികളും മറ്റുള്ളവരെ കാണിക്കുകയാണ്. അതിൽ യാതൊരു പരസഹായവുമില്ലാതെ സ്വയമാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. അത് ജനങ്ങൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും എല്ലാം നേരിട്ട് കാണും. പൊതുവിദ്യാഭ്യാസത്തിൻ്റെ മികവ് ഈ രീതിയിലാണ് നമ്മൾ സൃഷ്ടിക്കാൻ പോകുന്നത്. വലിയ പൊട്ട നേരെ തൊപ്പി വേണോ ചോദിച്ചിട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അങ്ങനെ തൊപ്പിക്കാരൻ തൊപ്പിയുമായി നടക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ? അങ്ങനെ എന്ത് ചെയ്ത് തൊപ്പിക്കാരൻ തൊപ്പിയുമായി ഒരുപാട് സ്ഥലങ്ങളിൽ പോയി തൊപ്പി ഇങ്ങനെ വിൽപ്പന നടത്തി. അങ്ങനെ ഒരുപാട് ദൂരം വെയിൽ കൊണ്ട് നടന്നപ്പോ തൊപ്പിക്കാരന് ഭയങ്കര ക്ഷീണം തോന്നി. അതിന്റെ താഴെ ഇരുന്ന് തൊപ്പിക്കാരൻ മരത്തിന്റെ താഴെ കിടന്ന് ഉറങ്ങുന്നത്. അങ്ങനെ തൊപ്പിക്കാരൻ അവിടെ കിടന്ന് ഉറങ്ങി. തൊപ്പിക്കാരൻ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോ മരത്തിന്റെ മുകളിൽ തലയിൽ വെച്ചിട്ടുണ്ടാവും. എവിടാ വെച്ചത്? തൊപ്പിക്കാരന്റെ തൊപ്പി മുഴുവനായിട്ട് എടുത്ത് തലയിൽ വെച്ചു. അപ്പൊ തൊപ്പിക്കാരന് അവര് തൊപ്പി കൊടുത്തില്ല. അപ്പയോ തൊപ്പിക്കാരൻ എന്ത് ചെയ്യുന്നറിയോ? കുറെ സമയം ആലോചിച്ചതിന് ശേഷം തൊപ്പിക്കാരന് ഒരു ഉപായം തോന്നും. എന്താ തോന്നുക? കുരങ്ങിലൊരു ഒന്ന് എറിയും. എറിയുന്ന സമയത്ത് എന്ത് ചെയ്യും? കുരങ്ങുകള് ബാക്കി തൊപ്പി മുഴുവനും ഈ തൊപ്പിക്കാരൻ എറിയാൻ തുടങ്ങും. അപ്പൊ തൊപ്പിക്കാരന് മനസ്സിലായിട്ട് നല്ലൊരു ഐഡിയ ആണ്. അപ്പൊ എന്ത് ചെയ്തു? തൊപ്പിക്കാരന് എല്ലാ താഴെ വീണ തൊപ്പികളും വെറുക്കിയെടുത്ത് വേഗം
ബാറ്ററിന്ന് ഫാന് വർക്ക് ചെയ്യിക്കുക. The ball is under the box. The ball is over the box. Kerala is a beautiful state in India. It is also known as God's own country and land of coconut trees. Its on November in 1956. It is known for its natural beauty. Thiruvananthapuram is its capital city. Kerala has 40 districts including Kozhikode and Palakkad. Malayalam is the official language spoken by most Keralites. The state there are multiplication tables of 1 to 10. This is multiplication word. This is multiplication. This is multiplication. This is multiplication. This is അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഠനോത്സവത്തിന്റെ കാഴ്ചകളാണല്ലോ. കുട്ടികളുടെ പഠന മികവിന്റെ ഒരു വർഷത്തെ നേർക്കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു വർഷ കാലയളവിൽ കുട്ടികൾ നിർമ്മിച്ച പഠനോപകരണങ്ങൾ, പഠന പ്രവർത്തനങ്ങൾ, അവർ കണ്ടെത്തിയ ആശയങ്ങൾ, സർഗാത്മക കഴിവുകൾ എല്ലാം അവർ ക്ലാസ് മുറികളിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ഒരു പാട്ട് ഞാൻ പ്ലേ ചെയ്യാത്തത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും എന്നുള്ളത് കൊണ്ടാണ്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാ നല്ല നാളേക്കു വേണ്ടി,
ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി. അപ്പൊ ഈ ഒരു കവിതയാണ് കേട്ടോ ഇവിടെ പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ച് നല്ല രീതിയിൽ തന്നെ കുട്ടികൾ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ക്ലാസ് മുറികളിൽ തന്നെയാണ് കേട്ടോ നടക്കുന്നത്. അധ്യാപകരുടെ പഠന പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികളുടെ കഴിവുകളും ഒത്തുചേർന്നിട്ടുള്ള ഒരു പഠന മികവ് തന്നെയാണ് കേട്ടോ കാഴ്ചവെക്കുന്നത്. അപ്പൊ ഈ ഒരു പഠനോത്സവത്തിൽ പങ്കാളികളാകാൻ ഒരുപാട് രക്ഷിതാക്കളും എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതെല്ലാം കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ശരിക്കും ഈ ഒരു പ്രവർത്തനങ്ങളിലേക്കാൾ ഉപരി ഇതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. എല്ലാം നല്ല അടുക്കും ചിട്ടയോടും കൂടി ഓരോ സ്ഥാനത്തും അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. ക്ലാസ് മുറികളിലേക്ക് കയറി ചെല്ലുന്ന ഡോറുകളിലടക്കം അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകളും അതുപോലെ അവരുടെ പഠന മികവിന്റെ കാഴ്ചകളും ഫോട്ടോസും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വളരെ രസകരമായ രീതിയിലും എളുപ്പം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലും കൗതുകത്തോടെ കാഴ്ചകൾ കാണാൻ കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും ഒത്തുകൂടിയ ഒരു പഠനോത്സവം, പഠനവുമായി ബന്ധപ്പെട്ട ഉത്സവം തന്നെയായിരുന്നു എന്ന് പറയാം. ഈ ഒരു പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലിയ പങ്കാളിത്തം അധ്യാപകരുടേതാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. അത്രയും ക്രിയാത്മകമായ രീതിയിലാണ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളെല്ലാം അവരുടെ ക്ലാസ്സിലേതല്ലാത്ത മറ്റു ക്ലാസ്സുകളിലുള്ള കാഴ്ചകളും കണ്ട് ആസ്വദിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, അധ്യാപകരെ, കൊടുവള്ളി GMLP സ്കൂളിന്റെ പഠനോത്സവം നടക്കുകയാണ്. കുട്ടികൾ തങ്ങളുടെ കഴിവുകൾ രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് പഠനോത്സവം. ഔദ്യോഗിക ഉദ്ഘാടനം 11 മണിക്ക് ബഹുമാനപ്പെട്ട കൊടുവള്ളി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ശിവദാസൻ നിർവഹിക്കുന്നതാണ്. അതോടൊപ്പം അത് കഴിഞ്ഞതിന് ശേഷം ക്ലാസ്സുകളിൽ മെഡൽ വിതരണത്തിന് ഓരോ PTA, FPTA, SMC മെമ്പർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് അവരുടെ സമയത്തിനനുസരിച്ച് അത് നിർവഹിക്കാവുന്നതാണ്. ഇത് റിഫ്ലക്റ്റർ ഗ്ലാസ് ആയിരിക്കും അല്ലേ? ഓപ്പോസിറ്റ് റിഫ്ലക്ഷൻ ഗ്ലാസ് അല്ലേ? അതാണ് സംഭവം. ഈ ഗ്ലാസിൻ്റെ അടിഭാഗം റിഫ്ലക്റ്റർ, മിറർ റിഫ്ലക്ഷൻ അതുകൊണ്ട് ഇത് എന്താ പറയാ പറഞ്ഞ മിറർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിന് 4 അറകളുണ്ട്. ഹൃദയം നോക്കാനും സാധിക്കും. ഇത് കണ്ണാണ്, ഇത് ബ്രെയിനാണ്. ബ്രെയിന് രണ്ട് ഭാഗങ്ങളുണ്ട്.
അപ്പോൾ LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സിലെ കുട്ടികളും അവരുടെ പഠന പ്രവർത്തനങ്ങൾ ഒന്നിനൊന്ന് മെച്ചമായിട്ട് തന്നെ കാഴ്ചവെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ അവരുടെ കഴിവുകളും അറിവുകളും എല്ലാം അവർക്ക് പ്രസന്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇതെല്ലാം ഇങ്ങനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും സാധിക്കുന്നുണ്ട്. കാരണം കേൾവികളെക്കാളും കൂടുതൽ കാഴ്ചകളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഏറ്റവും എളുപ്പം. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു പാഠ്യേതര പ്രവർത്തനം തന്നെയാണ്. ഏതായാലും ഈ പ്രവർത്തനങ്ങളിലെല്ലാം രക്ഷിതാക്കൾക്കും കൂടെ ഒരു ഭാഗമാവാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അതിനിടയ്ക്ക് പഠനോത്സവത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ഇവിടെ നടക്കുകയാണ് കേട്ടോ. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിവദാസൻ ഏട്ടൻ, PTA പ്രസിഡന്റ് RC ഷെരീഫ്, SMC ചെയർമാൻ ഷമീർ ആപ്പിൾ, മറ്റു PTA കൗൺസിലർ ഷഹർബാൻ, മറ്റു PTA MPTA SMC അംഗങ്ങളെ, രക്ഷിതാക്കളെ, അധ്യാപക വിദ്യാർത്ഥികൾ, നമ്മളിന്ന് ഈ സ്കൂളിൻ്റെ പഠനോത്സവം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ക്ലാസ്സിൽ കുറേ ദിവസങ്ങളായിട്ട് പരിശ്രമിച്ച് പല പരിപാടികളും നിങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആ നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു അവസരമാണിത്. നല്ല രീതിയിൽ അത് ചെയ്യുക. LKG വിദ്യാർത്ഥികൾ മുതൽ 4ാം ക്ലാസ് വരെ പഠനോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു LKG UKG വിദ്യാർത്ഥികൾ വളരെ നല്ല രീതിയിലാണ് ഇതിൽ പങ്കെടുക്കുന്നത്. മറ്റ് സ്കൂളിലൊന്നും LKG UKG ക്ലാസ്സുകൾ പങ്കെടുക്കാറില്ല. നമ്മുടെ സ്കൂൾ എല്ലാ വർഷവും പഠനോത്സവത്തിൽ ചെറിയ കുട്ടികളും പങ്കെടുക്കാറുണ്ട്, അവരുടെ രക്ഷിതാക്കളും. ഈ പരിപാടിയുടെ അധ്യക്ഷൻ RC ഷെരീഫ് അവരുടെ ക്ഷണിച്ചുകൊണ്ടായി ഒരു വർഷത്തെ പഠന മികവാണ് നമ്മുടെ ക്ലാസ്സുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കുറഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കയറിയപ്പോൾ വളരെ ഭംഗിയായിട്ട് നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് അവർ നല്ല രീതിയിൽ സൂചിപ്പിക്കുന്നത്. ഏതായാലും കൊടുവള്ളി GMLP സ്കൂൾ പ്രവർത്തനങ്ങൾ ഒരു PTA പ്രസിഡന്റ്, ഒരു രക്ഷിതാവ് എന്ന നിലയ്ക്ക് നോക്കിക്കണ്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇവിടുത്തെ നിലവാരത്തെ സംബന്ധിച്ച് ഒരു അങ്ങനെ ഈ ഒരു പരിപാടിയിലായിരുന്നു അനൂസ് ചെന്നൈയിൽ പോയിട്ട് നാഷണൽ ലെവൽ അബാക്കസ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ട്രോഫിയും സർട്ടിഫിക്കറ്റും എല്ലാം ഈ ഒരു പരിപാടിയിൽ തന്നെയായിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് മാത്രമേ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ.
അങ്ങനെ കിട്ടിയ സർട്ടിഫിക്കറ്റും ട്രോഫിയും ഒക്കെ ആയിട്ട് അനു നേരെ ക്ലാസ്സിലേക്കാണ് കേട്ടോ പോയത്. അപ്പൊ ഏതായാലും അടിപൊളിയായിട്ട് തന്നെ പഠനോത്സവത്തിന്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിൽ പഠനോത്സവം നടക്കുകയാണ്. അപ്പോൾ പഠനോത്സവത്തിൽ പ്രധാനമായിട്ടും നമ്മുടെ കുട്ടികളുടെ പഠന മികവുകളാണ് നമുക്ക് നിങ്ങൾക്ക് മുന്നിൽ, അതായത് പാരൻസിന് മുന്നിൽ കാണിക്കാനുള്ളത്. ഇപ്പോൾ പഠന മികവുകൾ എന്ന് പറയുമ്പോൾ അവരിപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ അവർ പഠിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി എഴുതാനും അതേപോലെ തന്നെ പറയാനും അത് പ്രസൻറ്റ് ചെയ്യാനും അതേപോലെ പാട്ടുകൾ കാണാതെ പഠിച്ച് മനോഹരമായി പാട്ടരങ്ങ രൂപത്തിൽ അവതരിപ്പിക്കാനും പിന്നെ റീഡേഴ്സ് തിയേറ്റർ ഇങ്ങനെ പല സങ്കേതങ്ങളിലൂടെ അവരുടെ കഴിവുകൾ പഠന മികവുകൾ നമുക്ക് ഈ പഠനോത്സവത്തിലൂടെ കാണാൻ കഴിയും. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ KG മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളും അവരൊരു വർഷത്തെ കഷ്ടപ്പാടാണ് അവർ പഠിച്ചിട്ടുള്ള അറിവുകൾ മുഴുവനും നമ്മുടെ പ്രദർശിപ്പിക്കുക ചെയ്യുന്നത്. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ കുട്ടികളും നല്ല രീതിയിൽ തന്നെ അവർ പഠിച്ചിട്ടുള്ള അറിവുകൾ എല്ലാവർക്കും ഷെയർ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അവരുടെ GMLP സ്കൂൾ കൊടുവള്ളിയുടെ 2025 പഠനോത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ എല്ലാ ക്ലാസ്സുകളിലും LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലും കുട്ടികൾ ഒരു വർഷത്തിൽ അവരുടെ പഠനത്തിൻ്റെ മികവ് കാണിച്ചുകൊണ്ട് അവരുടെ മികവ് തെളിയിച്ചുകൊണ്ട് ഇവിടെ വിവിധ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരിക്കുകയാണ്. ഓരോ ക്ലാസ്സിലും വിവിധ കരകൗശല പ്രവർത്തനങ്ങളും അതേപോലെ ശാസ്ത്രീയ പ്രവർത്തനങ്ങൾ മറ്റ് പല രീതിയിൽ സാഹിത്യമായാലും ജീവിതത്തിലെ ഓരോ വ്യക്തികൾക്കും ഓരോ അഭിരുചി ഉണ്ടാവും. ആ അഭിരുചി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ കുട്ടിയും അവരുടെ കഴിവിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു സ്കൂളിൻ്റെ ഒരു അഭിമാനമായിട്ട് തന്നെ എല്ലാ വർഷവും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കുട്ടികൾ കാഴ്ചവെക്കാറുണ്ട്. ഇതിൽ പ്രത്യേകമായി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ലഹരിക്ക് അടിമപ്പെട്ട് മുന്നോട്ട് പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ ഇന്നിപ്പോൾ ന്യൂസിൽ കണ്ട് 12 വയസ്സുള്ള കുട്ടി 10 വയസ്സുള്ള അനിയത്തിക്ക് ലഹരി കൈമാറിയെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇത്രയും ഭീകരമായ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കഴിവുകൾക്കനുസരിച്ച് കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ലഹരി ഇത്തരം കാര്യങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു പഠന പ്രവർത്തനത്തിൻ്റെ ഒരു ഉദ്ദേശം നമുക്കതാണ്. അതുകൊണ്ട് ഈ ഒരു പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് കൊടുവള്ളി GMLP സ്കൂളിന്റെ പഠനോത്സവവുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ നിങ്ങളെ മുമ്പിലേക്ക് കാണിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും വീഡിയോസ് ഒക്കെ യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മളുടെ പുതിയ വീഡിയോസുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പുതിയ ഓരോ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ അപ്പം നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.